നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ ലൈവ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രമേഹം എന്നതാണ്. പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറാണ്. ഡോക്ടർ ശ്രീജിത്ത് തിരുവനന്തപുരം ഡയബറ്റിക് കെയർ സെൻറ്ററിലെ കൺസൾട്ടൻ്റാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എല്ലാ വർഷവും നമ്മൾ നവംബർ 14 ഡയബറ്റിക് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഡയബറ്റിക്കിന് ആൾക്കാരിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒക്കെ ഉണ്ടാകുന്ന ഇത്രയേറെ ആളുകളിൽ കാണപ്പെടുന്നതിൻ്റെ ഒരു കാരണം കൂടി ആണ് ഈ ദിനത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി തന്നെയാണ് ഈ ദിവസം കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊരു ദിനം കൊണ്ടാടാനുള്ള കാരണം? എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്ത് നമുക്ക് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ എന്നൊരു സംഘടനയുണ്ട്. എല്ലാ രാജ്യങ്ങളും ആ സംഘടനയിലെ അംഗങ്ങളാണ്. ഈ സംഘടനയാണ് ഈ ലോക പ്രമേഹ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും നാളെ നവംബർ 14 ലോക പ്രമേഹ ദിനം ആചരിക്കുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ളൊരു രോഗമായി പ്രമേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നിയന്ത്രണം കൊണ്ട് നമുക്ക് മൊത്തത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് കൂട്ടായിട്ടുള്ളൊരു ശ്രമം ലോകം മുഴുവൻ ഒരു ദിനത്തിൽ ആചരിക്കുന്നത്. ഈ ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ് എന്ന ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനം കൂടിയാണ് നവംബർ 14. അപ്പം ഈ ദിനത്തിൽ എല്ലാ ദിവസവും പ്രമേഹം ശ്രദ്ധിക്കണം, പക്ഷേ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രമേഹത്തെക്കുറിച്ചാണ്. എന്താണ് പ്രമേഹം? പ്രമേഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. നമുക്കെല്ലാവർക്കും രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്. എനിക്കുണ്ട്, താങ്കൾക്കുണ്ട്, എല്ലാവർക്കും രക്തത്തിൽ അത് ആവശ്യവുമാണ്. എന്നാൽ അതിനൊരു ക്രമമുണ്ട്. സാധാരണ വെറും വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 100-ൽ താഴെയും ഭക്ഷണത്തിന് ശേഷം 140-ൽ താഴെയായിരിക്കണം രക്തത്തിലെ ഗ്ലൂക്കോസ്. ഇത് യഥാക്രമം ഭക്ഷണത്തിന് മുമ്പ് 126-ലധികമോ ഭക്ഷണത്തിന് ശേഷം 200-ലധികമോ ആവുകയാണെങ്കിൽ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് പറയും. ഇതിന് ഇടയ്ക്കുള്ള അവസ്ഥ, അതായത് ബിഫോർ ഫുഡ് 100-നും 126-നും ഇടയ്ക്കും, ആഫ്റ്റർ ഫുഡ് 140-ക്കും 200-നും ഇടയ്ക്കാണെങ്കിൽ അതിന് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. അപ്പം സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സംശയം, ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടിയതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇങ്ങനെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയാണെങ്കിൽ സമീപകാലത്തും അതുപോലെ വിദൂര ഭാവിയിലും വരാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. സമീപകാലത്ത് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുന്നു. ക്ഷീണം, തളർച്ച, അമിതമായ ദാഹം, മൂത്രം പോക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷേ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ്, അണുബാധ കൂടുതലുണ്ടാകുന്നു. അപ്പോൾ സാധാരണ ഒരാൾക്കൊരു ചുമ വരുന്നത് അവർക്ക് ന്യൂമോണിയ ആകുന്നു. സാധാരണ ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് ഇവർക്ക് കിഡ്നിയെയും ബാധിക്കുന്നു. അങ്ങനെ ഏതവസ്ഥയും കൂടുതൽ ഗുരുതരമാകുന്നു. ഇനി പ്രമേഹത്തെ നമ്മൾ പ്രധാനമായി ഭയക്കുന്നത്, വർഷങ്ങളോളം പ്രമേഹം നിയന്ത്രണമില്ലാതെ നിൽക്കുമ്പോൾ അത് സാരമായ തകരാറ് ശരീരത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കണ്ണുകൾക്ക്, വൃക്കകൾക്ക്, ഞരമ്പുകൾക്ക്. അതുപോലെ ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനും സാധ്യത കൂടുന്നു. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥ പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രമേഹത്തെ നാം ഇത്രയേറെ ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യും. കൂടുതൽ രോഗങ്ങളിലേക്കുള്ളൊരു വാതായനം തുറക്കുകയാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഡോക്ടർ, നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് വളരെയധികം ആൾക്കാർക്ക് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്ങനെയാണ് പ്രമേഹം നിയന്ത്രിക്കുന്നത്? നമുക്ക് പ്രമേഹ നിയന്ത്രണത്തിൽ 2 കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, പ്രമേഹം ഇല്ലാത്തവർക്ക് അത് ഉണ്ടാകാതിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. 2, പ്രമേഹമുള്ള ആളുകൾ സങ്കീർണതകളിലേക്ക് പോകാതിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ പ്രമേഹം ഇല്ലാതാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രമേഹം ഇല്ലാതെ ആകാൻ വേണ്ടി ഉണ്ടാകാതിരിക്കാൻ നാം എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇന്ന് തന്നെ ഏതാണ്ട് 60 ദശലക്ഷത്തിലധികം ആളുകൾക്ക്, 600 ലക്ഷത്തിലധികം ആളുകൾക്ക് പ്രമേഹമുണ്ട്. വരുന്ന 20 കൊല്ലം കൊണ്ട് അത് 1 കോടി കവിയും എന്നാണ് കണക്കാക്കുന്നത്. ആ ഒരു രോഗത്തിൻ്റെ ആ ഒരു നിരക്ക്, അതുണ്ടാക്കാവുന്ന സങ്കീർണതകൾ താങ്ങുവാൻ നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് പ്രമേഹം ഉണ്ടാകാതിരിക്കുവാനുള്ള ഊർജിതമായ ബോധവൽക്കരണം ഉണ്ടായേ മതിയാകും. വളരെ ലളിതമാണ് ഡയബറ്റീസ് ഉണ്ടാകാതിരിക്കാൻ. 1, ഭക്ഷണം ക്രമീകരിക്കുക. 2, വ്യായാമം ചെയ്യുക. ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് ശരീരഭാരം നിയന്ത്രിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ തോത് ഏതാണ്ട് 70% നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ പല ആളുകൾക്കും ഈ പറഞ്ഞ മാതിരി ഭക്ഷണം നിയന്ത്രിക്കണം, വ്യായാമം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഏതളവ് വരെ ചെയ്യണം? എന്താണ് ശരീരത്തിൻ്റെ ശരിയായ ഒരു തൂക്കം? ശരിയായ തൂക്കവുമല്ല, നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്നൊരു തൂക്കമുണ്ട്. പക്ഷെ അതിനേക്കാളും വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്നത്, എല്ലാ വീട്ടിലും ചെയ്യാവുന്നത്, സാധാരണ നമ്മുടെ ഒരു മെഷറിംഗ് ടേപ്പ്, ഒരു തയ്യൽ ടേപ്പ് എടുത്ത് വയറിൻ്റെ ചുറ്റളവ് അളക്കുക. പുക്കിളിന് ചുറ്റുമുള്ള വയറിൻ്റെ ചുറ്റളവ് അളക്കുക. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നത് സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്ററിൽ താഴെയും പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്ററിൽ താഴെയും ആയിരിക്കണമെന്നാണ്. ആ അളവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഡയബറ്റീസ് ഏതാണ്ട് 70% നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പലർക്കും നമ്മളിപ്പോൾ അളന്ന് നോക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ കേട്ട് പലരും അളക്കുമ്പോൾ ചിലപ്പോൾ 100, 120, 130 ഒക്കെ ആയിരിക്കാം.
പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. 1, 2, 3 സെൻറ്റിമീറ്റർ കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് ശരീരഭാരം കഴിയുന്നതും നിയന്ത്രിക്കുക. ശരീരഭാരം ഒരു 10% നിയന്ത്രിക്കാൻ സാധിച്ചാൽ ഒരു 60-70% പേരിൽ നമുക്ക് പ്രമേഹം ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? സോണിയ. സുനിയ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയോ അമ്മ, പറഞ്ഞോളൂ. ഹലോ സാർ, എന്റെ മോന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അതെ, അവന് 4 വയസ്സുണ്ട്. 4 വയസ്സ്. ഓക്കെ. അന്നേരം ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. സെപ്റ്റംബറിലാണ് കണ്ടുപിടിച്ചത്. അതെ. അന്നേരം അതിന് ആയുർവേദത്തിലും ഹോമിയോയിലും വല്ല മരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ഇതിനൊക്കെ പൂർണ്ണമായി മാറുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഓക്കെ അമ്മ, അമ്മ ചോദിച്ച വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ടൈപ്പ് 1 പ്രമേഹം, കുഞ്ഞുങ്ങളിൽ വരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം നമ്മുടെ ശരീരത്തിനുള്ളിലെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ വരുന്നില്ല എന്നതാണ് അതിന് കാരണം. അപ്പോൾ പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഇൻസുലിൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും താങ്കൾക്കും മകനും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ഇൻസുലിൻ വരാതിരിക്കുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടിപ്പോകുന്നു. നിലവിൽ ലോകത്ത് ടൈപ്പ് 1 ഡയബറ്റീസിന് ഒരൊറ്റ ചികിത്സ മാത്രമേ ഉള്ളൂ, അത് ഇൻസുലിൻ നൽകുക എന്നുള്ളതാണ്. അത് നമുക്ക് പേന വഴി നൽകാം, സൂചി വഴി നൽകാം, പമ്പ് വഴി നൽകാം. രക്തത്തിലെ പഞ്ചസാര തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ച് പരിശോധിക്കുകയും ചെയ്യാം. അപ്പോൾ പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പല ചികിത്സകളും ഇപ്പോൾ വരുന്നുണ്ട്. ഈ പാൻക്രിയാസിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡിക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ചില മരുന്നുകൾ, അതുപോലെ പാൻക്രിയാസിന് തന്നെ ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ചികിത്സ, അങ്ങനെ പലതരം ചികിത്സാ മാർഗ്ഗങ്ങൾ വരുന്നുണ്ട്. ചിലതരം ഗുളികകളും പരീക്ഷണാടിസ്ഥാനത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ നിലവിൽ അംഗീകൃതമായി ഒരൊറ്റ ചികിത്സയേ ഉള്ളൂ, അത് ഇൻസുലിനാണ്. അത് ഒരു ദിവസം ഒരു നേരം പോലും കുഞ്ഞിന് ലഭിക്കാതിരിക്കരുത്. അങ്ങനെ കൃത്യമായി നമ്മൾ ഗ്ലൂക്കോസ് നോക്കി ഇൻസുലിൻ എടുത്ത് ശരിയായി ചികിത്സിച്ചാൽ മകന് ഒരു തകരാറും ഉണ്ടാകാതെ ഏറ്റവും നല്ല ആയുസ്സും ഏറ്റവും നല്ല ആരോഗ്യം ലഭിക്കുകയും ചെയ്യും. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഷിബു, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഓവർ വെയിറ്റ് ആണ്. ഒരു 110 kg വെയിറ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഫാസ്റ്റിംഗ് ഷുഗർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് 148 വരുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ഫുഡ് വന്നിട്ട് 156 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങേണ്ടതുണ്ടോ അതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഫാസ്റ്റിംഗ് 148 വന്നു. ഇതിനു മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ എത്ര വന്നിട്ടുണ്ട് ഫാസ്റ്റിംഗ്? അപ്പോഴും ഈ പറയുന്ന ഈ റേഞ്ചിലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫാസ്റ്റിംഗ് ഷുഗർ 126 ഒന്നിലധികം തവണ ഉണ്ടെങ്കിൽ ടെക്നിക്കലി ബൈ ഡെഫിനിഷൻ ഡയബറ്റീസ് എന്ന് നമുക്ക് വിളിക്കണം. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ 130 അല്ലെങ്കിൽ 140 ഒന്നിലധികം തവണ വന്നു എന്നുള്ളത് കൊണ്ട് സാങ്കേതികമായി ഇദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്, പ്രമേഹമുണ്ട്. എന്നാൽ ആഫ്റ്റർ ഫുഡ് കൂടിയിട്ടുമില്ല. നമ്മൾ പ്രമേഹം സാധാരണ ചികിത്സിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു മാനദണ്ഡം ബിഫോർ ഫുഡ് ഒരു 100 അടുപ്പിച്ചും ആഫ്റ്റർ ഫുഡ് ഒരു 150 അടുപ്പിച്ചും നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ കഴിഞ്ഞ 3 മാസത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ ആകെ തുക അറിയുന്ന ഒരു പരിശോധനയുണ്ട്. അതിൻ്റെ പേരാണ് HbA1c. ആ HbA1c 7% താഴെ, കഴിയുന്നതും 6% അടുത്ത് നിർത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഭാരം കൂടുതലുണ്ട്. അതുകൊണ്ട് നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് താങ്കളുടെ ഭാരം നന്നായി നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഈ ഗ്ലൂക്കോസ് നോർമലൈസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചികിത്സ വേണോ എന്ന് ചോദിച്ചാൽ ചികിത്സ വേണം. അത് ഈ ഘട്ടത്തിൽ മരുന്നായിക്കൊള്ളണമെന്നില്ല, ഡയറ്റ് ആൻഡ് എക്സസൈസിൽ തുടങ്ങുക. 2, ഇദ്ദേഹത്തിൻ്റെ HbA1c പരിശോധിക്കുമ്പോൾ അത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാസ്റ്റിംഗ് ഷുഗറിനെ കുറയ്ക്കാനുള്ള ഒരു മരുന്നും കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് 1 ഡയറ്റ് എക്സസൈസ് ചെയ്യുക, 2 HbA1c നോക്കുക. അത് വളരെ കൂടുതലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കൂടി തുടങ്ങുക. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, പ്രമേഹം ബാധിതനായ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചികിത്സാ രീതികൾ, ഇതിനെക്കുറിച്ച് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രധാന പാഠം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കണമെന്നുള്ളതാണ്.
പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആദ്യത്തെ ഒരു 3-4-5 കൊല്ലം ചികിത്സിക്കാതെ വിടും. അതാണ് ഏറ്റവും വലിയ അപകടം. അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പോൾ അമിതമായ ദാഹം, മൂത്രം പോക്ക്, ശരീരം മെലിയുന്നു, ക്ഷീണം തോന്നുന്നു, ചൊറിച്ചിൽ വരുന്നു, അണുബാധ വിട്ടുമാറാതെ വരുന്നു, കുടുംബ പാരമ്പര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളവർ കഴിയുന്നതും 30 വയസ്സ് കഴിയുമ്പോൾ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലോ എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. എന്നിട്ട് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് നന്നായി ഭക്ഷണം ക്രമീകരിക്കുക, വ്യായാമം ചെയ്യുക. അതുകൊണ്ട് മാത്രം രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലാകുന്നില്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളാണ്. മരുന്ന് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ബിഫോർ ഫുഡ് 100, ആഫ്റ്റർ ഫുഡ് 150, ഒരു 30 ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയിക്കോട്ടെ, ആ അളവിൽ ഗ്ലൂക്കോസിനെ ആരംഭം മുതൽ നിയന്ത്രിച്ച് നിർത്തുക. ഭക്ഷണ ക്രമീകരണം, വ്യായാമം എല്ലാവരും ചെയ്യണം. ഞാനും താങ്കളും, പ്രീ ഡയബറ്റീസും ഡയബറ്റീസും എല്ലാവരും ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അളവിൽ എത്തുന്നില്ലെങ്കിൽ, ഒരു 2, 3, 4, 5 മാസം കൊണ്ട് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൂടി തുടങ്ങണം. അപ്പോൾ ആരംഭത്തിലേ കണ്ടുപിടിക്കുക, തുടക്കത്തിൽ നന്നായി ചികിത്സിക്കുക. 2 ഗുണമാണ്. ഒന്ന്, വളരെ ചെറിയ വിലയ്ക്കുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് തുടക്കത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. 2, തുടക്കത്തിൽ നിയന്ത്രിച്ചാൽ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത ഗണ്യമായി കുറയും. എന്നാൽ തുടക്കത്തിൽ ട്രീറ്റ് ചെയ്യാതെ പിന്നെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം അത്രത്തോളം ഗുണം കിട്ടത്തില്ല. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ നിസാം മസ്കറ്റിൽ നിന്ന്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ നിസാം. പറയണം. ഡോക്ടറെ, ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 മാസമായി. അതെ. എനിക്ക് ഷുഗർ ഉണ്ട്. അതെ. എനിക്ക് ഇപ്പോഴും വന്ന് ഞാൻ നാട്ടിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോഴും വന്ന ഫാസ്റ്റിങ്ങിന് മുമ്പ് 150 വന്നു. അതെ. ഫാസ്റ്റിങ്ങിന് ശേഷം 210 വന്നായിരുന്നു. അതെ. അപ്പൊ അവിടുന്ന് ഗുളിക തന്നായിരുന്നു. ഗുളിക കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഫുഡിന്റെ എന്താണെന്നുള്ളത് എനിക്ക് അത്ര ഇതല്ല. ശരി, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈ പറഞ്ഞൊരു കൺട്രോൾ 150, 210 എന്ന് പറയുന്നത് നമുക്ക് പോരാ. നമ്മൾ 100, 150 പറഞ്ഞത്. അപ്പോൾ ഒരു 50, 60 കൂടെ നമുക്ക് കുറയണം. അപ്പോൾ ഭക്ഷണ ക്രമീകരണം പ്രധാനമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇദ്ദേഹം മാത്രമല്ല, നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തെ പൊതുവിൽ നമുക്ക് 3ആയി തിരിക്കാം. 1, ധാരാളം കഴിക്കാവുന്നവ. 2, മിതമായി കഴിക്കേണ്ടത്. 3, ഒഴിവാക്കേണ്ടത്. ധാരാളം കഴിക്കാവുന്നത് എല്ലാതരം പച്ചക്കറികളും, മധുരമില്ലാതെ ചായ, കാപ്പി, തെളിഞ്ഞ സൂപ്പ്, സംഭാരം, നാരങ്ങ വെള്ളം, ഇങ്ങനെയൊക്കെ ഉള്ളത് വയറ് നിറയെ ഏതളവിലും കഴിക്കാം. മിതമായി ഉപയോഗിക്കേണ്ടത് ധാന്യങ്ങളാണ്. അരി, ഗോതമ്പ്, കിഴങ്ങ്, ഇതൊക്കെ വളരെ മിതമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ മത്സ്യം പിന്നെ കറിയായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുട്ടയുടെ വെള്ള നല്ലതാണ്. എന്നാൽ ഈ റെഡ് മീറ്റ് പിന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ധാന്യങ്ങൾ നമ്മൾ മിതമായി ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ പയർവർഗ്ഗങ്ങൾ, അത് മിതമായിട്ട് ഉപയോഗിക്കാം. പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ മിതമായി ഉപയോഗിക്കുക. ഒഴിവാക്കേണ്ടത് മധുരവും കൊഴുപ്പുമാണ്. പ്രത്യേകിച്ച് മധുരം. അത് മധുര പലഹാരങ്ങളായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കഴിക്കുന്ന പഞ്ചസാരയായിട്ട്, അങ്ങനെ മധുരമുള്ള സംഗതികൾ ഒഴിവാക്കുക. അത് ഈ പറയുന്ന മാതിരി ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല, എല്ലാവർക്കും കൂടി ചേർത്താണ് പറയുന്നത്. സമീപകാലത്തെ ചില പഠനങ്ങൾ കാണിക്കുന്നത് മധുരം ഒരുപാട് അപകടം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം മധുരം ഒഴിവാക്കുക. അതുപോലെ എണ്ണ, വെണ്ണ, നെയ്യ്, കൊഴുപ്പ്, മുട്ടയുടെ മഞ്ഞ, മട്ടൺ, ബീഫ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അമിതമായി കൊഴുപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം ക്രമീകരിച്ച് നിത്യം വ്യായാമം, എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് മുതൽ അല്ലെങ്കിൽ 40 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഇഫക്റ്റ്. നമ്മുടെ വെയിറ്റ് ഒരു 1, 2, 3 കിലോ കുറയ്ക്കുന്നത് ഇൻസുലിൻ 10, 20 യൂണിറ്റ് കൂട്ടുന്നതിന് സമമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മരുന്നിൻ്റെ അളവ് കുറയ്ക്കുവാൻ നമുക്ക്, അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാനും സാധിക്കും. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. പ്രമേഹം എന്നിങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, പ്രമേഹം ബാധിച്ച ഒരാൾ എപ്പോഴും ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം അതിൻ്റെ ചികിത്സ തന്നെയാണ്. പക്ഷേ ചികിത്സിക്കുന്നതിന് മുമ്പ് ചികിത്സയുടെ കാലാവധി നീട്ടിക്കൊണ്ടുപോകാൻ പലരും ശ്രമിക്കാറുണ്ട്. സാധാരണ ഉലുവ കഴിക്കുക, നെല്ലിക്ക കഴിക്കുക, അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ച് അത് നിയന്ത്രിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ് മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങേണ്ടത്? ഈ ഉപാധികൾ നല്ലതാണോ?
അല്ല, ഒരിക്കലും നല്ലതല്ല. ഒരിക്കലും നല്ലതല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചതിന് പുറമെ പത്രങ്ങളിലും ഇതിലുമൊക്കെ ഒരുപാട് പരസ്യം വരും. ഈ മരുന്നെടുക്കൂ, 6 മാസം കഴിക്കൂ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിക്കൂ, അല്ലെങ്കിൽ പ്രമേഹം പൂർണ്ണമായി ഭേദമാക്കാം. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് അടുത്ത നൊബേൽ സമ്മാനം കിട്ടും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് നമ്മൾ മുതിരണം. അതുപോലെ നമ്മൾ പലപ്പോഴും ഈ ഇംഗ്ലീഷ് മരുന്ന് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പേടിക്കും. അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകളാണ്. നമുക്ക് അറിയാവുന്ന മരുന്നുകൾ ആണ്. കോടിക്കണക്കിന് ആൾക്കാർ കഴിക്കുന്ന മരുന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ആരംഭത്തിൽ തന്നെ ശാസ്ത്രീയമായി ചികിത്സിക്കാൻ തയ്യാറാകണം. വളരെ വില കുറഞ്ഞ മരുന്നുകൾ ലഭ്യമാണ്. പല കൂടിയ മരുന്നുകളുണ്ട്, ആധുനിക മരുന്നുകളുണ്ട്. അപ്പോൾ മരുന്ന് ഏതായാലും രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിലായിരിക്കണം. വർഷങ്ങളോളം ഗുളിക കഴിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഗുളിക മാത്രം വെച്ച് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ആ അവസരത്തിലാണ് നമുക്ക് പലപ്പോഴും കുത്തിവയ്പ്പ് വേണ്ടി വരുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 നേരത്തെ സൂചിപ്പിച്ച കുഞ്ഞുങ്ങളുടെ ഡയബറ്റീസ്, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞ പ്രകൃതത്തിലുള്ള ആൾക്കാരുടെ ഡയബറ്റീസ്, ഒരു 1-2% പേർക്ക് ടൈപ്പ് 1 എന്നൊരു ടൈപ്പ്, അവർക്ക് ആരംഭം മുതൽ ഇൻസുലിൻ വേണം. അല്ലാതെയുള്ള ആളുകൾക്ക് ഗ്ലൂക്കോസ് പിന്നെ ടാബ്ലറ്റ്സ് പരമാവധി അളവിൽ കഴിച്ചിട്ടും നന്നായി ഡയറ്റ് എക്സസൈസ് ചെയ്തും ഷുഗർ നിയന്ത്രണത്തിലാകുന്നില്ല എങ്കിൽ ഇൻസുലിൻ ഒരിക്കലും വൈകിക്കാൻ പാടില്ല. എത്രയും നേരത്തെ ഇൻസുലിൻ എടുക്കുന്നോ അത്രയും നല്ലത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സ്വയം ഗ്ലൂക്കോസ് പരിശോധിക്കണം. പരിശോധിച്ച് എഴുതി വെക്കണം. അത് രാവിലെ മാത്രമല്ല, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഭക്ഷണത്തിന് മുമ്പ്, ശേഷം, എപ്പോഴായാലും ബിഫോർ ഫുഡ് 100, ആഫ്റ്റർ ഫുഡ് 150 ഒരു ചാർട്ട് ഉണ്ടാക്കുക. ചില ആൾക്കാർക്ക് വളരെ ഫ്ലക്ച്വേഷൻ ആയിരിക്കും. ഇപ്പോൾ രാവിലെ 100 വന്നു, വൈകുന്നേരം 300 വന്നു, അല്ലെങ്കിൽ ഇന്ന് 100 വന്നു, നാളെ 300 വന്നു. അങ്ങനെ ഫ്ലക്ച്വേഷനുള്ള ആളുകൾക്ക് നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഉപകരണം ഘടിപ്പിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ 14 ദിവസത്തേക്ക് നമുക്ക് ഷുഗർ അളക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായി എവിടെ കൂടുന്നു എവിടെ കുറയുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് മരുന്ന് ക്രമീകരിക്കാം. പലതരത്തിലുള്ള മരുന്നുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് നിയന്ത്രിക്കാനുള്ളത്, ഭക്ഷണത്തിന് ശേഷം നിയന്ത്രിക്കാനുള്ളത്, കുറച്ച് നേരത്തിന് ശേഷം കഴിഞ്ഞിട്ട് നിയന്ത്രിക്കാനുള്ളത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ടെസ്റ്റുകളുടെ റിസൾട്ട് നോക്കി കൃത്യമായി ക്രമീകരിക്കുകയാണെങ്കിൽ വളരെ ഹൈയും വളരെ ലോയും പോകാതെ ഭൂരിപക്ഷം പേഷ്യൻസിനെയും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. ഒപ്പം ശ്രദ്ധിക്കേണ്ടത് രക്തസമ്മർദ്ദം നന്നായി നിയന്ത്രിക്കണം. 140/80 താഴെയായിരിക്കണം രക്തസമ്മർദ്ദം. 2 കൊളസ്ട്രോൾ നന്നായി നിയന്ത്രിക്കണം. 3 വെയിറ്റ് നന്നായി നിയന്ത്രിക്കണം. തൈറോയിഡിനോ കരളിനോ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണം. പാദരോഗം വരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ഒരു സമഗ്ര പ്രമേഹ പരിശോധന വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത് നന്നായിരിക്കും. നേത്രരോഗത്തിനോ പാദങ്ങൾക്കോ സാധ്യതയുണ്ടെങ്കിൽ അത് വൃക്കരോഗത്തിനും സാധ്യതയുണ്ടോ എന്ന് വളരെ ലളിതമായ പരിശോധനയിലൂടെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ നന്നായി പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിച്ചാൽ തീർച്ചയായിട്ടും ഈ സങ്കീർണതകൾ ഉണ്ടാകാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഇത് ഇൻസുലിൻ്റെ ഉപയോഗവും കൂടി പറയേണ്ടതുണ്ട്. ഇൻസുലിൻ ഏത് ഘട്ടത്തിലാണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത്? നമുക്ക് 2 തരത്തിലാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. 1 സ്ഥിരമായി, 2 താൽക്കാലികമായി. സ്ഥിരമായി ഇൻസുലിൻ ഉപയോഗിക്കുന്നത് വീണ്ടും 2 ഘട്ടത്തിലാണ്. 1 ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാൻക്രിയാസിൽ ഇൻസുലിൻ ഇല്ല, അങ്ങനെയുള്ളവർക്ക് ടൈപ്പ് 1 ഡയബറ്റീസ്, അവർക്ക് ഇൻസുലിൻ തന്നെ വേണം. 2 ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് സമൂഹത്തിൽ ഭൂരിപക്ഷമുള്ള ഡയബറ്റീസ്, അമിതവണ്ണമുള്ളവരിലെ ഡയബറ്റീസ്, അവരിൽ ടാബ്ലറ്റ്സ് മാത്രം വഴി നിയന്ത്രണത്തിൽ എത്തുന്നില്ല എന്നൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായും ഇൻസുലിൻ വേണം. ആരംഭത്തിൽ തന്നെ ഇൻസുലിൻ തുടങ്ങിയാലും നല്ലതാണ്. ഇനി 2 താൽക്കാലികമായി ഇൻസുലിൻ കൊടുക്കുന്ന അവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പ്രസവം കഴിഞ്ഞ് മുലയൂട്ടൽ കഴിയുന്നത് വരെ നമ്മൾ ഇൻസുലിൻ കൊടുക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ഗുളികയിലേക്ക് പോകാം. ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടി ചിലപ്പോൾ ഇൻസുലിൻ നൽകും. ഹൃദ്രോഗമോ പക്ഷാഘാതമോ വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥ ഭേദമാകുന്നത് വരെ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു 1.5 മാസം ഇതിൻ്റെ ആഘാതം തീരുന്നത് വരെ നമ്മൾ ഇൻസുലിൻ കൊടുക്കും. അങ്ങനെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇൻസുലിൻ നല്ലതാണ്. പക്ഷേ ആ അവസ്ഥ കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് ഗുളികയിലേക്ക് ആക്കാൻ സാധിക്കും. സ്ഥിരമായി ഇൻസുലിൻ വേണ്ടുന്ന ഒരാളാണെങ്കിൽ സ്ഥിരമായി തന്നെ ഇൻസുലിൻ എടുക്കുന്നതാണ് നല്ലത്. ഇൻസുലിൻ തന്നെ പലതരത്തിലുണ്ട്. ഉടൻ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്. അത് നമുക്ക് പമ്പ് വഴി കൊടുക്കാൻ സാധിക്കും, പേന വഴി കൊടുക്കാൻ, സൂചി വഴി കൊടുക്കാം. പക്ഷേ ഇൻസുലിൻ തന്നെയാണ്. അപ്പോൾ വില കൂടിയ ഇൻസുലിൻ കുറച്ച് ഗുണങ്ങളുണ്ട്. പക്ഷേ വില കൂടിയ ഇൻസുലിൻ തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇൻസുലിൻ വേണ്ടുന്നൊരു ഘട്ടമാണെങ്കിൽ അത് വില കുറഞ്ഞ ഇൻസുലിൻ ആകട്ടെ, സൂചി വെച്ചെടുക്കുന്നതാകട്ടെ, യാതൊരു കുഴപ്പവുമില്ല. ഇൻസുലിൻ വേണ്ടുന്നൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുക തന്നെ വേണം. ഇപ്പം തന്നെ ആൾക്കാർ ആഹാര നിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെയും പുതിയ ചികിത്സാ രീതികളും കൂടി തേടുന്നുണ്ട്. പുതിയ ചികിത്സാ രീതികൾ എന്തെങ്കിലും? നിരവധി പുതിയ ചികിത്സാ രീതികൾ ഇന്ന് വരുന്നു. ഇൻസുലിന് തന്നെ നിരവധി തരത്തിലുള്ള മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതി ഹൈപ്പോഗ്ലൈസീമിയാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാനാണ് മരുന്ന് നൽകുന്നത്. പക്ഷേ മരുന്ന് നൽകി കഴിയുമ്പോൾ ചിലപ്പോൾ പൊടുന്നനെ ഒരുപാടങ്ങ് കുറഞ്ഞു പോകും. അപ്പം രോഗിക്ക് ഒരു ക്ഷീണം, തളർച്ച, വിറയിൽ വരാം. ചിലപ്പോൾ ഒരു അർദ്ധബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലേക്കോ പോകാം. അപ്പോൾ അങ്ങനെ ലോ ഷുഗർ ഉണ്ടാക്കാത്ത തരത്തിലുള്ള മരുന്നുകളാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇൻസുലിനിൽ തന്നെ സമീപകാലത്ത് വന്നിരിക്കുന്ന പല ഇൻസുലിനുകളും ലോ ഷുഗർ ഉണ്ടാക്കാനുള്ള സാധ്യത പഴയ ഇൻസുലിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്.
അതുപോലെ പുതിയ പലതരത്തിലുള്ള ഗുളിക വരുന്നുണ്ട്. മൂത്രത്തിലൂടെ ഗ്ലൂക്കോസിനെ വിസർജിക്കുന്ന ഗുളികയുണ്ട്, അത് ലോ ഷുഗർ ഉണ്ടാക്കില്ല. ഈ കുടലിൽ നിന്ന് ഷുഗറിനെ ആഗിരണം ചെയ്യുന്നത് തടയുന്ന ഗുളികകളുണ്ട്, പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുന്ന ഗുളികകളുണ്ട്. അങ്ങനെ നിരവധി പുതിയ തരം ഗുളികകൾ വരുന്നുണ്ട്. വില അല്പം കൂടുതലാണ്, പക്ഷേ 2 ഗുണമുണ്ട്. ഒന്ന്, വെയിറ്റ് കൂടില്ല. 2, ലോ ഷുഗർ ഉണ്ടാക്കില്ല. ഇതെല്ലാം പറയുമ്പോഴും ഈ മരുന്നിൻ്റെ വില നമ്മൾ ഇപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് വില കുറഞ്ഞ മരുന്നേ കഴിക്കാൻ സാധിക്കുള്ളൂവെങ്കിൽ അത് മതി. ഈ 1-2 രൂപയ്ക്ക് ഇന്നും നമുക്ക് മരുന്നുകൾ ലഭ്യമാണ്. പക്ഷേ ഗ്ലൂക്കോസ് തീർച്ചയായിട്ടും നിയന്ത്രണത്തിലായിരിക്കണം. അപ്പം തന്നെ ഗ്ലൂക്കോമീറ്ററും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഉപകരണമാണ്. ഗ്ലൂക്കോമീറ്ററിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് കറക്റ്റ് വാല്യുവേഷൻ തന്നെയാണോ കിട്ടുക? സാധാരണഗതിയിൽ ഇപ്പം ഗ്ലൂക്കോമീറ്റർ പ്രായോഗികമായി ശരിയാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് നമ്മൾ വാച്ചിൽ നോക്കും, എന്നാൽ റോക്കറ്റ് വിടുന്ന വാച്ച് നോക്കുകയില്ല എന്ന് പറഞ്ഞ മാതിരി അത്രയും നമുക്ക് ഒരു പ്രാക്ടിക്കൽ ലൈഫിന്, ഒരു ഡേ ടു ഡേ ലൈഫിനുള്ള ആക്യുറസി ഗ്ലൂക്കോമീറ്ററിലുണ്ട്. പ്രത്യേകിച്ച് നല്ല ഗ്ലൂക്കോമീറ്ററിൽ തന്നെ അത്ര നല്ലതല്ലാത്ത ഗ്ലൂക്കോമീറ്ററുകളുണ്ട്. ബട്ട് സാധാരണ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ലഭിക്കുന്ന കമ്പനികളുടെയൊക്കെ ഒരുവിധം ആക്യുറേറ്റ് ഗ്ലൂക്കോമീറ്റേഴ്സാണ്. ഗ്ലൂക്കോമീറ്റർ വളരെ വളരെ ആവശ്യമാണ്. കാരണം ഒന്ന്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ബിഫോർ ഫുഡ് ആഫ്റ്റർ ഫുഡ് നോക്കണമെന്ന് പറയുമ്പോൾ പല നേരത്തെ നോക്കണം. ഈ സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് രാവിലെ മാത്രം ലാബിൽ പോയി നോക്കുന്നുള്ളതാണ്. ഉച്ചയ്ക്ക് വല്ലപ്പോഴും നോക്കുക, രാത്രി വല്ലപ്പോഴും നോക്കുക, അർദ്ധരാത്രി 2 മണിക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ നോക്കുക. ഏറ്റവും പ്രധാനം, ഏതെങ്കിലും സമയത്ത് ലോ ഷുഗർ തോന്നുകയാണെങ്കിൽ, അതായത് ഒരു ക്ഷീണം, കിടുങ്ങൽ, വിറയൽ പോലെ, ആ സമയത്ത് നിർബന്ധമായും മീറ്റർ വെച്ച് നോക്കണം. ഷുഗർ 70-ൽ താഴെയാണെങ്കിൽ ഉടൻ 1 സ്പൂൺ പഞ്ചസാര വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയോ ചെയ്യണം. കാരണം ലോ ഷുഗർ ഉണ്ടാകുന്ന അപകടമാണ്. അപ്പം ഇത് ഗ്ലൂക്കോമീറ്റർ നോക്കി എഴുതി വെക്കുക. വല്ലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലോ ലാബിലോ പോകുമ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാം. പക്ഷേ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇൻസുലിനും മറ്റും എടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സങ്കീർണമായ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.